ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാർക്ക് എതിരായ ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ വീഴ്ച സ്ഥിരീകരിച്ച് SIT. ഗൺമാൻമാരുടേത് ചട്ടവിരുദ്ധ നടപടിയെന്ന് കണ്ടെത്തി. ഗൺമാൻമാർക്ക് വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. ലാത്തി ഉപയോഗിച്ച് തലക്കടിച്ചതും തെറ്റ്. സ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരുടെയും മൊഴി SIT എടുക്കും. അതേസമയം കേസിൽ പ്രതിയായ പിണറായി വിജയന്റെ ഗൺമാൻമാരിൽ ഒരാൾ തിരികെ പോലീസിലേക്ക് മടങ്ങി. മറ്റൊരു ഗൺമാൻ സുരക്ഷാ ഉദ്യോഗസ്ഥനായി തുടരും. MP ദേവൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദേവൻ, എന്തായാലും ഈ ഗൺമാൻമാർക്കെതിരെ ഒരു നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്ന സൂചനയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും ബ്രിജീഷ്, വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ ഏറിയ തൊട്ടു പിന്നാലെ തന്നെയായിരുന്നു ആലപ്പുഴയിൽ വെച്ച് സംഭവിച്ച അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ഈ പോലീസ് അതിക്രമത്തിൽ ഒരു അന്വേഷണം, ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും അല്ലെങ്കിൽ അതിൽ പുനരന്വേഷണം നടത്തുമെന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ SP ഷൗക്കത്ത് അലിയെ അതിനായി ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്ന് സംഭവത്തിൽ അല്ലെങ്കിൽ അന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്താനായി അല്ലെങ്കിൽ മൊഴി SIT രേഖപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ആലപ്പുഴയിൽ വെച്ച് നടന്ന പോലീസിന്റെ നടപടി ചട്ടവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരായിരുന്ന 2 പേർ, അതിലൊരാൾ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്, മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അങ്ങനെ അനിലെന്നും സന്ദീപെന്നും പേരുള്ള 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലോക്കൽ പോലീസ് അവിടെ നിന്ന് പിടിച്ചു മാറ്റിയ ശേഷവും പിന്നീട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് തൊട്ടു പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥർ ചാടി പുറത്തേക്ക് ഇറങ്ങുകയും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള നിലവിലെ MLA ആയിട്ടുള്ള AD തോമസ് അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ ക്രൂരമായ രീതിയിൽ ലാത്തിചാർജ് നടത്തുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളായിരുന്നു പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഒരു ലാത്തി പോലും അല്ലായിരുന്നു അവരുണ്ടായിരുന്നത്. ലോക്കൽ പോലീസിന്റെ കയ്യിൽ സാധാരണയായി കാണുന്ന ലാത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അന്ന് വലിയ രീതിയിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഈ ഒരു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും അന്വേഷണം ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരായിരുന്ന 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കാര്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം അന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രമല്ല അന്ന് ആലപ്പുഴ SP ആയിരുന്നിട്ടുള്ള ചൈത്ര തെരേസ് ജോൺ ഇത്തരത്തിലൊരു ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി അത് സേനയ്ക്ക് ചേരുന്നതല്ല അല്ലെങ്കിൽ അവമതിപ്പ് ഉണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ റിപ്പോർട്ട് പുറത്തേക്ക് വരാതെ പൂഴ്ത്തി വെക്കപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ നടത്തിയ അന്വേഷണത്തിലൂടെ നമുക്ക് SITക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അന്ന് ആ റിപ്പോർട്ട് DGP അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചിരുന്നുവെങ്കിൽ കൂടിയും അതിന്മേലൊരു നടപടി പിന്നീട് ഉണ്ടായില്ല. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരെ ഈ ആരോപണവിധേയരായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള 2 പേരുടെയും മൊഴി രേഖപ്പെടുത്തിയത് പോലും വളരെ പിന്നീട്, അതായത് ഇവർ പോലീസ് ആസ്ഥാനത്ത് എത്തുമ്പോഴാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുമുണ്ടായിരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പിന്നീട് AD തോമസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് കോടതിയിൽ പോവുകയും കോടതി നിർദ്ദേശ അടിസ്ഥാനത്തിൽ വീണ്ടും അത് ആലപ്പുഴ SP മോഹനചന്ദ്രൻ അവിടെ ചാർജ് എടുക്കുന്ന സമയത്ത് വീണ്ടും ആ കേസ് അന്വേഷണം നടക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിൽ കൂടിയും ഒരു നടപടി ഈ 2 പോലീസുകാർക്കെതിരെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെ തന്നെ ആലപ്പുഴയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയിൽ അന്വേഷണം നടത്തുന്നുള്ള കാര്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ കണ്ടെത്തൽ ഇപ്പോൾ DGPക്ക് കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ നടപടികൾ ഉണ്ടാവുക. അതേസമയം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, അന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ തിരികെ വീണ്ടും അല്ലെങ്കിൽ ആ സുരക്ഷ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയന് നൽകിയിട്ടുണ്ടായിരുന്ന അധിക സുരക്ഷയാണ് ഇപ്പോൾ പിൻവലിക്കാനായി ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നത്. അതിൽ അന്ന് അല്ലെങ്കിൽ ഈ സംഭവം ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന 2 ജീവനക്കാരിൽ ഒരാൾ തിരികെ പോലീസിലേക്ക് മടങ്ങി, മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരനായി ഇപ്പോൾ വീണ്ടും തുടരുകയാണ്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം പോലീസിന്റെ അല്ലെങ്കിൽ അന്ന് നവകേരള സദസ്സുമായി ആലപ്പുഴയിൽ വെച്ചിട്ടുണ്ടായ നടപടിയിൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉണ്ടായ നടപടിയിൽ ഒരു പോലീസ് നടപടിയിൽ ഒരു തീരുമാനമായിരിക്കും. അന്വേഷണ റിപ്പോർട്ട് ആ രീതിയിൽ പുറത്തു വരികയാണ്. എന്തായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് കൈമാറുകയും ചെയ്യും.